CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ രാഗേഷിന് സാമൂഹിക മാധ്യമങ്ങളിൽ വിമർശനം. അന്തരിച്ച CPM നേതാവ് AV ബാലൻ അന്ത്യാഭിവാദ്യം അർപ്പിച്ചുള്ള പോസ്റ്ററിലാണ് വിമർശനം. മുൻ പാനൂർ ഏരിയ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ ബാലനെ അനുസ്മരിച്ച 2 വാക്ക് എഴുതാൻ സമയമില്ല എന്നാണ് കമന്റുകൾ. ടി അനീസ് അലി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനീസ, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കെ രാഗേഷ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും പുതുതായി വരുന്ന അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങൾ എന്താണ്? തീർച്ചയായും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്കേറ്റ വലിയ തിരിച്ചടിയിൽ വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഏറ്റുവാങ്ങുന്നുണ്ട്. പാർട്ടി അണികൾക്കിടയിൽ തന്നെയും ഇത്രയും വലിയ അമർഷം പുകയുന്നുണ്ട്. ഇത് ഏറ്റവും അവസാനം സഖാവ് AV ബാലൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവ് കണ്ണൂർ പാനൂർ മേഖലയിൽ പാർട്ടിയെ വളർത്തുന്നതിൽ വലിയ സംഭാവന അർപ്പിച്ച നേതാവ് അന്തരിച്ച സന്ദർഭത്തിൽ ഇദ്ദേഹം ഇട്ട ഒരു പോസ്റ്റ് സംബന്ധിച്ചാണ്. ആ പോസ്റ്റിന് താഴെയാണ് ഈ കമന്റുകൾ വരുന്നത്. സഖാവ് AV ബാലന് റെഡ് സല്യൂട്ട് എന്ന പേരിൽ അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്ന ഒരു ഫോട്ടോയാണ് പോസ്റ്റ് ഇട്ടത്. അതിന് താഴെ വന്നുകൊണ്ട് മുഴുവൻ ഇദ്ദേഹത്തിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടി പ്രവർത്തകർ ഉന്നയിക്കുന്നത്. പാർട്ടി പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അന്തരിച്ച കമ്മ്യൂണിസ്റ്റ് നേതാവ് പാനൂർ മേഖലയിൽ പാർട്ടിയെ വളർത്തിയ അത്രയും ത്യാഗോജ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച AV ബാലനെ കുറിച്ച് 2 വാക്ക് എഴുതാൻ പാർട്ടി സെക്രട്ടറിക്ക് സമയമില്ലാഞ്ഞിട്ടാണോ അതോ പാരമ്പര്യം അറിയാഞ്ഞിട്ടാണോ? ഏതായാലും ഈ പാർട്ടിയിൽ താങ്കൾ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നിടത്തോളം ഇതിനേക്കാളും വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുക തുടങ്ങിയ കമന്റുകൾ നിരന്തരം ആളുകൾ, ഒരാളോ രണ്ടാളോ അല്ല, നിരന്തരം അത്തരം കമന്റുകളാണ് വരുന്നത്. അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് താങ്കൾ എത്രയും പെട്ടെന്ന് ഈ പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറണം, അങ്ങനെ മാത്രമേ ഈ പാർട്ടിയെ രക്ഷിക്കാനാവൂ തുടങ്ങിയ ഒരുപാട് വിമർശനങ്ങളാണ്. ഇതൊരു അവസരമായി ഉപയോഗിച്ചുകൊണ്ട് കമന്റ് ഇടുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഈ ഒരൊറ്റ വിഷയത്തിൽ മാത്രമാണെങ്കിൽ ഇത്രയും രൂക്ഷമായ പ്രതികരണങ്ങൾ ഉണ്ടാകണം എന്നില്ല. കാരണം AV ബാലനെ കുറിച്ച് അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. AV ബാലന് റെഡ് സല്യൂട്ട് എന്നാണ് അദ്ദേഹത്തിന്റെ കമന്റിലുള്ളത്. അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കുന്ന മൃതദേഹം സന്ദർശിക്കുന്ന ഫോട്ടോ ആണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ അതിന് താഴെ വരുന്ന കമന്റുകൾ മുഴുവൻ AV ബാലന്റെ കമ്മ്യൂണിസ്റ്റ് ചരിത്രം, അദ്ദേഹം തികഞ്ഞ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു, ആത്മാർത്ഥതയുള്ള പ്രവർത്തകനായിരുന്നു, അദ്ദേഹത്തെ കുറിച്ച് 2 വരി എഴുതാൻ എന്തുകൊണ്ട് കെ രാഗേഷിന് കഴിയുന്നില്ല? അത് പാർട്ടിയുടെ ചരിത്രവും പാരമ്പര്യവും അറിയാത്തത് കൊണ്ടാണോ അതോ സമയമില്ലാത്തത് കൊണ്ടാണോ, അതിന് സന്നദ്ധത കാണിക്കാത്തതാണോ തുടങ്ങി അതിനുശേഷം വരുന്ന കമന്റുകൾ മുഴുവൻ അദ്ദേഹം പാർട്ടി സെക്രട്ടറി സ്ഥാനം ഒഴിയണം, ഈ പാർട്ടി ഇത്രയും വലിയ തിരിച്ചടികൾ നേരിടാൻ കാരണം കെ രാഗേഷാണ്, എല്ലായിടത്തും എന്റെ തല, എന്റെ ഫോട്ടോ, അതിലപ്പുറം ആരും ഉണ്ടാവരുത് എന്നൊക്കെ തുടങ്ങിയുള്ള കമന്റുകൾ വ്യക്തിതലത്തിൽ തന്നെയും കെ രാഗേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ തരത്തിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതോടൊപ്പം ഒരു കമന്റ് പറയുന്നത്, സഖാവ് ഇത് ഏത് സഖാവിനാണ് ആദരം അർപ്പിക്കുന്നത് എന്നെങ്കിലും താങ്കൾക്ക് പറയാമായിരുന്നല്ലോ AV എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ ഉണ്ടാകുന്നു. നിങ്ങൾ ഈ പാർട്ടിയുടെ സെക്രട്ടറി ആയി തുടരുന്ന കാലത്തോളം കണ്ണൂർ ജില്ലയിൽ ഇനിയും പരാജയം ഉണ്ടാകും, ദയവ് ചെയ്ത് മാറി നിൽക്കൂ എന്നൊരു കമന്റ് വരുന്നു. അതുപോലെ തന്നെ ഒരു ചുക്കിനും കൊള്ളാത്ത സെക്രട്ടറി ആയാൽ പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ തുടങ്ങിയ വ്യക്തിപരമായി കെ രാഗേഷിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഏതായാലും ടി അനീസ് അലിയാണ് വിശദാംശങ്ങൾ നൽകി വന്നത്. കെ രാഗേഷിന് സമൂഹ മാധ്യമങ്ങളിലും വിമർശന പൊങ്കാല. നോക്കാം മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.